ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിതാ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഇൻ കോഴിക്കോട്. ഇന്ന് ക്ലാസ്സോ കാര്യങ്ങളൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അറിയോ, ഒരാളെ തോന്നുന്നുണ്ട്. ഞാനത് കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ ഇന്നത്തെ കാപ്പി ഇഡ്ഡലി ആൻഡ് ചമ്മന്തിക്കറി കഴിക്കട്ടെ. എന്താ റെഡിയായി. ഇനി കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞങ്ങളിതാ വണ്ടി എടുത്ത് പുറത്തോട്ട് പോകും. ഞങ്ങളല്ല, ഞാൻ അനിയത്തിയെ കോളേജിൽ ഇറക്കണം. ഞാൻ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ പോയാലോ ഗൈസ്. അങ്ങനെ അനിയത്തിയെ കോളേജിൽ ഇറക്കിയിട്ട് ഞാൻ ടൗണിലേക്ക് പോവാണ്. അവളെ ഇറക്കി ഭയങ്കര ഗൈസ്, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കെട്ടി കുടുങ്ങി പോകുന്നത്. ചൂട്, വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വണ്ടി കാണാൻ ഇങ്ങനെ പാഞ്ഞു വെക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന പോലെ എനിക്കറിയത്തില്ല. കേൾക്കുന്നുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നിങ്ങളും വരും, ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഫുൾ തിരക്കാണ്. ഇതൊരു കോളേജിൻ്റെ ഗ്രൗണ്ട്. ബസ്സൊക്കെ ഓക്കെ, ഞാനൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ വരും. അങ്ങനെ കീ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, സമയം എടുത്തോളൂ, ചെയ്തോളൂ. അങ്ങനെ പുറത്തങ്ങനെ വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ആവട്ടെ. ഒക്കെ കേട്ടോളൂ, വീട്ടിൽ പോകാമല്ലോ. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ. ആണെൻ്റെ പുതിയ കീ നോക്കിട്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓൾ സെറ്റ്. വണ്ടി സ്റ്റാർട്ടായി. വേണ്ട, കീ വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. ഞാൻ വെയിലത്ത് നിന്ന് കായുവാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ പോയിട്ട് ഒരാളെ കാണാം. ഓക്കെ, നമുക്ക് അവിടെ പോവാം. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ ചായ കുടിക്കാം, ഇല്ലെങ്കിൽ അതും കൂടെ കഴിഞ്ഞ സൈഡ് പോയാലോ. വരും. ഇവിടെ ഫുള്ള് ഈ സ്പെയർ പാർട്സിൻ്റെ കടയാണിത്. എവിടെ തിരിഞ്ഞാലും അത് ഇവിടെ തിരിഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ തപ്പി പിടിച്ച് ഞാനിവിടെ എത്തി. ഇവിടെ കുറേ സാധനം വന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്പെയർ പാർട്സ് കാറിൻ്റെ ആണ് മെയിനായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഇത്രയും കാറിന് മാത്രമേ സാധനങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അവിടെ ഓടി, ഇവിടെ ഓടി, അങ്ങോട്ടോടി, ഇങ്ങോട്ടോടി, അവസാനം എത്തി. ഞാനൊന്ന് നോക്കട്ടെ, അപ്പൻ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അപ്പനായിരുന്നു ഇവിടുത്തെ ഡീൽ. എന്താ സാധനം ഒന്നും എനിക്കറിയത്തില്ല. ഈ ഫോൺ വിളിച്ച് അപ്പൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പം അപ്പനും ഇവിടുത്തെ ആളുമായിട്ട് സംസാരിക്കും. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കാണാം. എത്ര നേരം ഓടി 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 അവസാനം എന്താ മോര് കുടിക്കാനായിട്ട് വന്നു. മോര് കുടിക്കാൻ വന്നു. മോര് കുടിച്ചിട്ട് ആകാം ബാക്കിയാകാം. മോര് കുടിക്കട്ടെ. ഇവിടെ ട്രെയിൻ പോകാൻ വേണ്ടി അടച്ചിട്ടേക്കാണ്. ക്രോസിംഗ് ആണ്. എല്ലാ വണ്ടികളും നിരന്ന് നിൽക്കാം. കുറച്ച് നേരമായി അടച്ചിട്ട് ട്രെയിൻ ഇതുവരെ വന്നില്ല. വരുമായിരിക്കും. നമ്മൾ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. യെസ് ഗൈസ്, ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്നുണ്ടോ. വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു. പോകുന്നു.
സ്പേസിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. ആയതുകൊണ്ട് നീളം കൂടുതൽ ഉണ്ടാവില്ല. തിരിഞ്ഞ് ഞാനിതാ തളർന്ന് കരുത്തമായി വീട്ടിലെത്തിയേ. ആഹാ, ഫുഡ് വന്നല്ലോ. ഫുഡ് വന്നു. അയ്യോ അയ്യോ ഗൈസ്, ഭയങ്കര ക്ഷണം. ഓ, ഈ കെട്ടുകളൊക്കെ ഒന്ന് അഴിച്ച് ഞാൻ പുറത്ത് വരട്ടെ. ഓ ഗൈസ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെപ്പോഴും ചൂടുണ്ടോ? കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ളവരുണ്ടാവും, കൊല്ലത്തുള്ളവരുണ്ടാവും, ആലപ്പുഴയിലുള്ളവരുണ്ടാവും, എറണാകുളത്തുള്ളവരുണ്ടാവും, പല സ്ഥലങ്ങളിലുള്ളവർ ഉണ്ടാവും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ നാട്ടിൽ ഈ കോഴിക്കോട് പോലെ ചൂടുണ്ടോ? കോഴിക്കോട് മാത്രമാണ് അത്രയും ചൂടെന്ന് എനിക്കറിയത്തില്ല. അവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമുക്കൊന്ന് മാറ്റി ഇച്ചിരി നേരം ഫാൻ്റെ അങ്ങോട്ട് ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പം സമയം വന്നത് 6 മണി. കുളിച്ച് സെറ്റായിരിക്കുകയാണ്. ഈ 6 മണിയായിട്ടും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കുള്ള ഫുഡേ ഇത്ര നേരമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് എവിടെയൊക്കെയോ പോയത് ഗൈസ്. നമ്മൾ കീ സെറ്റാക്കാൻ വേണ്ടി പോയി, സ്പെയർ പാർട്സിൻ്റെ അവിടെ പോയി, എല്ലാം പോയി. പിന്നെ മോര് കുടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനങ്ങനെ ഒന്ന് ഉറങ്ങി, ഒന്ന് മയങ്ങി, അറിയാണ്ട് മയങ്ങിയതാ. പക്ഷേ മയങ്ങി എണീച്ചപ്പോഴേക്കും 5 മണിയായി. പിന്നെ ഇതാ കുളിച്ചൊക്കെ വന്നപ്പം 6 മണിയായി. ഇനി വേണം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ ഗൈസ്. അപ്പം നമുക്ക് പോയി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാം. മെസ്സിൽ നിന്ന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി മുന്നോട്ടുള്ള വിശേഷങ്ങൾ. ഫുഡ് കഴിക്കും. കമോൺ ഗൈസ്. ഇതാ ചോറ്, അവിയൽ, മീൻ ഫ്രൈ, ഇതെന്താ ഒരു തോരൻ, ഇനി ഒരു കറി ഉണ്ടാവും. അത് മാറി വരുന്നൊരു കറിയാണ്. പിന്നെ ഒരു മീൻ കറിയും കൂടെ ഉണ്ടാവും. മീൻ കറി പെർമനൻ്റ് ആണ്, എല്ലാ ദിവസവും മീൻ കറി ഉണ്ടാവും. മീൻ ഉണ്ടാവില്ല, കറി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കറി, ചില ദിവസം സാമ്പാറായിരിക്കും, ചില ദിവസം പരിപ്പ് കറി ആയിരിക്കും. അങ്ങനെ മാറി വരുന്ന ഒരു കറി. ഗൈസ്, ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് കാണാം. അയ്യോ, വേറെ ഒന്ന് കഴിക്കാം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഗ്യാസ് കയറും. അതുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. ആദ്യം വെള്ളം കുടിക്കാം, എന്നിട്ട് നമുക്ക് ഞാൻ വരും, കഴിച്ചിട്ട് വരും. പൂവിൻ്റെ ചെല്ലുവച്ച ചിറകിൽ കൊടുനീളം തിങ്കളെ നീച്ചു. കൊച്ചു പൂവിൻ്റെ ചെല്ലുവച്ച ചിറകിൽ കൊടുനീളം തിങ്കളെ നീച്ചു. നിന്റെ പറക്കാത്ത പാവയ്ക്കും പാവാടത്തുമ്പിക്കും ഉയരെന്നെ ഊഞ്ഞാലിലാകുന്നു ഞാൻ, നിന്നോട് വിണ്ടാതെ ഉറങ്ങില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. കാര്യം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചു, പിന്നെ ഇവിടെ ചുമ്മാ കിടക്കുമായിരുന്നു, റീൽസും തൊണ്ടി. വേറൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ പുറത്തൊക്കെ ബീച്ചിലൊക്കെ പോകും. ഇന്നെന്തോ ചൂടും പിന്നെ റെഡിയായി പോകാനും വയ്യ. പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ മുഷിയും. ചൂട് കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ആ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് പുറത്ത് പോയത്. ഇല്ലെങ്കിൽ അപ്പോൾ പോലും ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പം ചൂട് കാരണം ഞങ്ങൾക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ അനിയത്തിയൊക്കെ ബീച്ചിലൊക്കെ പോവും, ചായയൊക്കെ കുടിക്കും, ജ്യൂസ് കുടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നതാണ്, SM സ്ട്രീറ്റിലൊക്കെ പോകുന്നതാണ്. പക്ഷേ ചൂട് കാരണം ഇപ്പോൾ എവിടെയും പോകാൻ പറ്റുന്നില്ല, പോകുന്നില്ല. ഈ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ട് റെഡിയായി പുറത്തു പോകാൻ. കാര്യം ഇങ്ങനെ വീർക്കല്ലേ, അപ്പം ഒരു ഇത് വരുന്നില്ല. അതുകൊണ്ട് എവിടെയും പോയില്ല. സോ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അതേപോലെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞല്ലോ 7 മണിക്കാണ് ഞാൻ കഴിച്ചത്. 7 മണിക്കോ 6 മണി 6:30 7 മണിയൊക്കെ ആയി അപ്പോഴാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പില്ല. സോ ഒരു പഴം കഴിച്ച് ഞാൻ വൈകുന്നേരത്തേക്കുള്ള നൈറ്റുള്ള ഫുഡ് അങ്ങ് നിർത്തി.
വേറെ ഫുഡ് കഴിക്കാനായിട്ടുള്ള വിശപ്പില്ലാത്തതുകൊണ്ട് പഴം മാത്രം കഴിച്ചു. എന്നാലും വിശപ്പുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക, ചുമ്മാ വിശപ്പില്ലാണ്ട് ഫുഡ് ചുമ്മാ കുത്തിക്കയറ്റി നിന്നിരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചില്ലേ? ഞാൻ ഫുഡൊക്കെ കഴിച്ചു, മീൻസ് ഒരു പഴം കഴിച്ചു. ഇനി ഉറങ്ങട്ടെ, നേരത്തെയാണ് ഇനി എല്ലാ ദിവസത്തിലെ കണ്ടത് നേരത്തെയാണ് ഉറങ്ങാൻ പോകുന്നത്. നേരത്തെ ഉറങ്ങിയാൽ രാവിലെ നേരത്തെ എണീക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എണീക്കുമ്പോൾ 10-11 മണിയാകും. ഓക്കെ, അപ്പോൾ നിങ്ങളും പോയി കിടന്ന് ഉറങ്ങൂ, അപ്പം ഞാനും പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ശരി ഗൈസ്. ഒരു കാര്യം പറയാൻ മറന്നേ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.